സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. എന്താണ് മഹാഭാരതം? എങ്ങനെയാണ് മഹാഭാരതത്തെ നമ്മൾ നോക്കി കാണേണ്ടത്? അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. വെറുമൊരു കഥാപുസ്തകമല്ല, ധർമ്മശാസ്ത്രമാണ്. ധർമ്മം ചര എന്ന വേദവചനത്തെ വ്യാഖ്യാനിക്കാനായിക്കൊണ്ട് യതോ ധർമ്മ തതോ ജയഃ, ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നിങ്ങളെ രക്ഷിക്കും എന്ന് മനുസ്മൃതിയിൽ മനു പറഞ്ഞു വച്ചിരിക്കുന്നു. നിങ്ങൾ ധർമ്മത്തെ രക്ഷിച്ചാൽ ആ രക്ഷിക്കപ്പെട്ട ധർമ്മം സ്വയം നിങ്ങളെ രക്ഷിക്കും. രക്ഷിതഃ ധർമ്മഃ അസ്മാൻ രക്ഷതി. രക്ഷിക്കപ്പെടുന്ന ധർമ്മം. അപ്പൊ ധർമ്മം രക്ഷിക്കപ്പെടണം. നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മളെ രക്ഷിക്കേണ്ട കാര്യമില്ല, നമ്മുടെ രക്ഷ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ രക്ഷ ധർമ്മം നോക്കിക്കോളും എന്നാണ്. നമ്മൾ രക്ഷിക്കേണ്ടത് ധർമ്മത്തെ. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ധർമ്മത്തെ രക്ഷിച്ചാൽ ആ ധർമ്മം തന്നെ അവനെ രക്ഷിക്കും. രക്ഷിതഃ ധർമ്മഃ ത്വാം രക്ഷതി. ആചാര്യൻ നമ്മളോട് ഉപദേശിക്കും പോലെ തന്നെ രക്ഷിതഃ ധർമ്മഃ ത്വാം രക്ഷതി. രക്ഷിക്കപ്പെട്ട ധർമ്മം നിന്നെ രക്ഷിക്കും, തീർച്ചയാണ്. അപ്പൊ അതാണ് മഹാഭാരതത്തിന്റെ ആശയം. ധർമ്മശാസ്ത്രമായിട്ട് വേണം പഞ്ചമവേദമായ മഹാഭാരതത്തെ നമ്മൾ കാണാൻ. മഹാഭാരതം അതിൽ നമ്മുടെ വേദോക്തമായ രണ്ട് പ്രകാരത്തിലുള്ളതായിട്ടുള്ള ധർമ്മങ്ങൾ, അതായത് പ്രവൃത്തി, നിവൃത്തി. വേദത്തിൽ രണ്ട് പ്രകാരത്തിലുള്ളതായിട്ടുള്ള ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. പ്രവൃത്തി ധർമ്മവും നിവൃത്തി ധർമ്മവും. അതിൽ നിവൃത്തി ധർമ്മത്തെക്കുറിച്ച് ധാരാളം പ്രസ്താവനകളുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയിലും സനൽ സുജാതീയത്തിലും അനുഗീതയിലും, അതുപോലെ മോക്ഷധർമ്മം മുതലായ ധർമ്മങ്ങൾ ഭീഷ്മരുടെ വചനങ്ങളിലൂടെയും അങ്ങനെ അനേക ഗീതകളിലൂടെയും നിവൃത്തിധർമ്മം ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എങ്കിലും മഹാഭാരതത്തിന് മൊത്തത്തിൽ ഒരു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം പ്രവൃത്തിധർമ്മത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. ലോകവ്യാവഹാരിക ജീവിതത്തെ എങ്ങനെ ധാർമ്മികമായി നടത്തണം, അല്ലെങ്കിൽ എങ്ങനെ നടത്തിക്കൂടാ എന്ന് വ്യാഖ്യാനിക്കാനാണ് മഹാഭാരതം ഇത്രയും വിപുലമായി, ഇത്രയും എന്താ പറയുക, നാടകീയതകൾ നിറച്ചു വെച്ചുകൊണ്ട് എത്രയോ രംഗങ്ങൾ, മഹാഭാരതം എന്ന ഇതിഹാസത്തെ ബേസാക്കിക്കൊണ്ട്, അതിജീവിച്ചുകൊണ്ട് എത്ര കാവ്യങ്ങളും നാടകങ്ങളും നോവലുകളും കഥാസമാഹാരങ്ങളും ഇന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. എത്ര കവികൾക്കും സാഹിത്യകാരന്മാർക്കും പണ്ഡിതന്മാർക്കും അവരുടെ കഴിവുകളെ വികസിപ്പിക്കുവാനുള്ള അതിനുള്ളതായിട്ടുള്ള എന്താ പറയുക മെറ്റീരിയൽ മഹാഭാരതത്തിൽ നിന്ന് കിട്ടിയിരിക്കണം. ആ മഹാഭാരതത്തിലെ പല കഥാസന്ദർഭങ്ങളെയും എടുത്തുകൊണ്ട് അവരുടേതായിട്ടുള്ള ഭാവനകളും കൂട്ടിച്ചേർത്ത് ഓരോരുത്തരും
നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോവലുകളാവട്ടെ, അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതായിട്ടുള്ള ആഖ്യായികകളാവട്ടെ, അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ധർമ്മോപദേശങ്ങളെ മാത്രം എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ എത്രയെത്ര വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ മഹാഭാരതം എന്ന സാഗരം ഒരു രത്നാകരം തന്നെയാണ്. നമ്മുടെ ഭാരതീയമായിട്ടുള്ള സാഹിത്യങ്ങൾക്ക് മുഴുവൻ ഒരു ബേസായിട്ടുള്ളൊരു രത്നാകരം. രണ്ടാം ഊഴമൊക്കെ അതിലെ ഒരു ചെറിയൊരു തുള്ളി മാത്രമാണ്. അതുപോലെ എത്രയോ 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 കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ട് അതിനൊക്കെയുള്ള സാധ്യതകൾ വ്യാസൻ എല്ലാവർക്കും വിട്ടുകൊടുത്തു. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ കഥ രചിച്ചോളൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് രചിച്ചു. പക്ഷേ അതൊക്കെ ശരിയാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ, അവരവരുടെ പ്രതിഭ ഉപയോഗിച്ചുകൊണ്ട് പല അവാർഡുകളും മേടിച്ചെടുത്തു. പല അവാർഡുകളും മേടിച്ചെടുക്കാൻ മഹാഭാരതം ബേസായി നിന്നു. എത്രയോ സാഹിത്യകാരന്മാരെ സൃഷ്ടിച്ചു. എത്രയോ അവാർഡുകൾ, ജ്ഞാനപീഠം മുതലായിട്ടുള്ള അവാർഡുകൾക്ക് പലരെയും അർഹരാക്കി. വാസ്തവത്തിൽ അവർ പറഞ്ഞതൊന്നും ശരിയാണ് എന്നല്ല നമ്മൾ പറഞ്ഞതിന്റെ അഭിപ്രായം. എപ്പോഴാണോ അവർ ധർമ്മശാസ്ത്രങ്ങൾ വേണ്ട രീതിയിൽ ഗ്രഹിച്ച് ധർമ്മശാസ്ത്രത്തിനനുസരിച്ച് ഈ കഥകളെയോ കഥാപാത്രങ്ങളെയോ വ്യാഖ്യാനിച്ചിരുന്നുവെങ്കിൽ സമ്മതിക്കാമായിരുന്നു. അങ്ങനെയുള്ളത് വളരെ ചുരുക്കം. ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ആ കഥാപാത്രങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വികസിപ്പിച്ചു. എന്താ പറയുക, വായിക്കുന്നവരുടെ ഹൃദയത്തിൽ ആ കഥാപാത്രങ്ങളെ കുറിച്ച് നല്ലൊരു, പലരെക്കുറിച്ചും നൊമ്പരമുണ്ടാക്കുന്നതായിട്ടുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവുകൾ അവർക്കുണ്ടായിരുന്നു. അതൊക്കെ ശരി തന്നെ. പക്ഷെ അതുകൊണ്ട് അതൊന്നും മഹാഭാരതമായിട്ട് നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളതല്ല. അതൊന്നും മഹാഭാരതം അല്ല. വ്യാസന്റെ വിഷൻ, വ്യാസന്റെ ദർശനം, അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോഴേ അതിനോട് നീതി പുലർത്താൻ പറ്റുള്ളൂ. അത് നീതി പുലർത്തണമെങ്കിൽ ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചിരിക്കണം. അത് പഠിക്കാതെ വെറുതെ ഓരോ സാഹചര്യങ്ങളെ വെച്ച് മാത്രം കഥാപാത്രങ്ങളെ ഊതി വീർപ്പിച്ചതുകൊണ്ട് കാര്യമായില്ല. അപ്പൊ നമ്മള് മഹാഭാരതത്തെ നോക്കിക്കാണേണ്ടത് അങ്ങനെ ഒരു നമ്മുടെ വൈദിക ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതാണ് വ്യാസൻ ഉദ്ദേശിച്ച മഹാഭാരതം. വ്യാസൻ നമ്മൾക്ക് നൽകിയ സന്ദേശം അതാണ്. നിങ്ങൾ ഇതിൽ നിന്ന് ഇതാണ് ഗ്രഹിക്കേണ്ടത്, യഥോ ധർമ്മ തഥോ ജയ എന്ന്. അതൊക്കെ ശരി തന്നെ. രണ്ടാം ഊഴം മഹാഭാരതത്തിന് ഒരു അപമാനം വാസ്തവം തന്നെയാണ്. ആ സാഹിത്യകാരനെ, അദ്ദേഹത്തിന്റെ കഴിവുകളെ നമ്മൾ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക് സാമർഥ്യം, തൂലികാ സാമർഥ്യം, സാഹിത്യ വൈഭവം, അതിനെയൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ അതിലെ ആശയങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ആ രീതിയോ ആശയമോ നമുക്കൊന്നും സമ്മതമല്ല എന്ന് പറയാം. മഹാഭാരതത്തെ കുറിച്ച് അടുത്ത കാലത്ത് നല്ലൊരു വിശകലനാത്മകമായിട്ടുള്ളൊരു പരമ്പര നമ്മുടെ അമൃത TV തുറവൂർ വിശ്വംഭരൻജി, പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻജി അവതരിപ്പിച്ചതാണ്. അതിൻ്റെ ശരിയായ രീതിയിലുള്ള അവതരണം. അത് കണ്ടവരൊക്കെ ഭാഗ്യവാന്മാർ. എനിക്ക് അധികം കാണാൻ പറ്റിയിട്ടില്ല. ഏതാനും 8 or 10 എപ്പിസോഡുകളെ ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതിനുള്ള ഒഴിവേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത് കാണുന്നത് ഓരോന്നും വൃത്തിയാണ് എന്ന് ബോധ്യം വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആ അവതരണ രീതി, അദ്ദേഹത്തിൻ്റെ സർവജ്ഞത. നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളിലും
അപ്പൊ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു പ്രതിഭയായിരുന്നു നമ്മുടെ കേരളത്തിലെ അടുത്ത കാലം വരെ ജീവിച്ചിരുന്ന മഹാനായ തുറവൂർ വിശ്വംഭരൻ മാഷ്. അദ്ദേഹത്തിന്റെ നഷ്ടം നമുക്കൊക്കെ വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ എന്താ പറയുക, സ്മരണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10 ദിവസമായിട്ട് തൃപ്പൂണിത്തുറ തപസ്യ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുക ചരമവാർഷികം കൊണ്ടാടുകയാണ്. അല്ലെങ്കിൽ അമൃത ചാനൽ തന്നെ വീണ്ടും പ്രദർശിപ്പിക്കുകയാണെങ്കിൽ, പുനഃപ്രദർശനം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളൊക്കെ കാണുക. അത് കാണുന്നത് വലിയ അസറ്റാണ് നമ്മുടെ ജീവിതത്തിൽ. വലിയ എന്താ വെച്ചാൽ നമ്മൾ മറ്റ് സീരിയലുകളൊക്കെ അവതരിപ്പിക്കുന്ന പോലെയുള്ള എന്റർടൈൻമെന്റ് ആയിട്ടല്ല അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താല്പര്യം കുറയും സാധാരണക്കാർക്ക്. അദ്ദേഹത്തിന്റെ അവതരണ ശൈലി അത് വളരെ കണിശമായിട്ടുള്ള, അദ്ദേഹത്തിന്റെ അറിവിന്റെ മൂർച്ചയേറിയ എന്താ പറയുക പ്രയോഗങ്ങൾ കൊണ്ട് മഹാഭാരതത്തെ അദ്ദേഹം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ദാക്ഷിണ്യമില്ല ചില കാര്യങ്ങളൊക്കെ പറയുന്നതിൽ. അപ്പൊ അതൊക്കെ കേട്ടുകഴിഞ്ഞാൽ പലർക്കും അത് രസിക്കില്ല. ഒരു നോവൽ അവതരിപ്പിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വേറെ വല്ല ചെറുകഥ അവതരിപ്പിക്കുന്നത് പോലെയോ അല്ല അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം എങ്ങനെയാണ് മഹാഭാരതത്തെ നമ്മൾ വിമർശനാത്മകമായി വായിക്കേണ്ടത്, നോക്കിക്കാണേണ്ടത്, ഭാരത പര്യടനം, ഭാരതത്തിലൂടെയുള്ള ഒരു പര്യടനം തന്നെയായിരുന്നു, ഒരു സഞ്ചാരം തന്നെയായിരുന്നു. ഓരോ കഥകളിലൂടെയും ആഴ്ന്നിറങ്ങി അത് എങ്ങനെയാണ് ആ കഥയെ വായിച്ചെടുക്കേണ്ടത് എന്ന് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഇനിയും കാണാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ നോക്കാറില്ല, എനിക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല. നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് സമയം തികയുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ളതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പൊ അത് ഭർത്തിയാണെന്ന് പറയാം. അതാണ് ഭർത്തി. മഹാഭാരതത്തെക്കുറിച്ച് ഒരു മഹാപണ്ഡിതന്റെ ശരിയായ രീതിയിലുള്ളതായിട്ടുള്ള വിമർശനാത്മകമായിട്ടുള്ള അവതരണം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം മഹാഭാരത പര്യടനം എന്ന് പറഞ്ഞ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ചെറിയൊരു ഗ്രന്ഥമാക്കി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് DC ബുക്സിൽ. അത് വാങ്ങിച്ച് വായിച്ചാലും മതി. ഭാരത ദർശനം പുനർവായന. വളരെ വർത്തിയായിട്ടുള്ളൊരു ബുക്കാണ്. അന്ന് 425 രൂപയുള്ളൂ ആദ്യത്തെ പതിപ്പിറക്കുമ്പോൾ. ഇപ്പൊ എന്താ വില എന്നറിയില്ല. ഇപ്പോ എഡിഷൻസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. യൂട്യൂബിൽ ലഭ്യമാണ് അല്ലേ? നല്ലത്, അത് കാണുക. ഭാരത ദർശനം പുനർവായന എന്നുള്ളൊരു പുസ്തകവും ഭാരതം വായിക്കാൻ നമ്മളെ സഹായിക്കും. ഞാൻ DC ബുക്സിനെ പ്രൊമോട്ട് ചെയ്യല്ല, നിവൃത്തിയില്ല, അവരാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഇറക്കുന്നത്. നമ്മുടെ സനാതന ധർമ്മത്തിലെ സാഹിത്യങ്ങൾ മുഴുവൻ ഇറക്കാൻ അങ്ങനെയുള്ളവർ വേണ്ടി വരുന്നു. ഹൈന്ദവമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഇതുപോലെ മുതൽ മുടക്കി അതിൽ നിന്ന് മുതലുണ്ടാക്കാനുള്ള സാമർഥ്യം കുറവാണ്. ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, പബ്ലിഷേഴ്സ്, അങ്ങനെയുള്ളവർക്കൊന്നും സാമർഥ്യമില്ല. ഇവർക്ക് അതൊക്കെ നല്ലോണം ചെയ്യാനുള്ള സാമർഥ്യമുണ്ട്. ബിസിനസ് നന്നായിട്ട് അറിയുന്നവരാണ്. നമ്മുടെ 18 പുരാണങ്ങളാവട്ടെ, മഹാഭാരതം പൂർണ്ണമായിട്ട് വിദ്വാൻ പ്രകാശത്തിന്റെ ഗദ്യരൂപത്തിലുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ പദ്യരൂപത്തിലുള്ള പദാനുപത വൃത്താനുവൃത്ത തർജ്ജമയുണ്ട് 6 വോള്യമായിട്ട്. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇറക്കിയത് DC ബുക്സ് തന്നെയാണ്. അവരെന്നെ വേണ്ടി വരുന്നു. അവർക്ക് വേറെയും പല ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവാം, എങ്കിലും അവരെന്നെയാണ് ഇതൊക്കെ ഇറക്കിയിരിക്കുന്നത് എന്ന് പറയുക. ഇപ്പോൾ 899 രൂപയായിട്ടുണ്ടോ ഈ പുസ്തകത്തിന്? വില കൂടി 900 രൂപ. വർത്തിയാണ്, പക്ഷെ അത്രയും ഘനമുണ്ട്, അത്രയും വലിയ പുസ്തകമാണ്, വർത്തിയാണ്.
ഇനി DC ബുക്സിൽ പോകുമ്പോൾ സ്വാമി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ സ്വാമിക്ക് വല്ല കമ്മീഷനും കിട്ടും. നിങ്ങൾ പോയി വാങ്ങുമ്പോൾ പറയും. നാരായണ. അപ്പൊ നമുക്ക് മഹാഭാരതത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഇന്നലെ നിർത്തിയത് ശന്തനു, ഗംഗ, ഈ രണ്ട് കഥാപാത്രങ്ങൾ, അവരിൽ നിന്നാണ് കഥയുടെ മെയിൻ സ്ട്രീം ആരംഭിക്കുന്നത്. രണ്ടുപേരും ബ്രഹ്മലോകത്ത് വെച്ച് ശാപഗ്രസ്തരായി ഭൂമിയിൽ വീണ്ടും മനുഷ്യരായി ജനിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ബ്രഹ്മാവിന്റെ ശാപത്താൽ മനുഷ്യരായി വന്നു ചേർന്നു. അങ്ങനെ ഭരതവംശത്തിലെ പൂരുവംശത്തിൽ, കുരുവംശത്തിൽ ശന്തനു രണ്ടാമത്തെ പുത്രനായിട്ടാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൂത്ത ജ്യേഷ്ഠൻ ദേവാപി എന്ന് പറഞ്ഞൊരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹം ജന്മനാ തന്നെ വിരക്തനായിരുന്നു. രാജ്യഭാരം ഏറ്റെടുക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു സന്യാസ തുല്യമായിട്ടുള്ള ജീവിതം നയിച്ച് അവധൂതനെ പോലെ പോയി. അങ്ങനെ ദേവാപി നാട് വിട്ടപ്പോ അവസരം കിട്ടിയ ആളാണ് ശന്തനു. രണ്ടാമനായ ശന്തനു പിന്നെ രാജാവായി തീർന്നു. ആ ശന്തനു പിന്നീട് ഗംഗാദേവിയെ കാമിക്കുന്നതും, ഗംഗാതീരത്ത് നായാട്ടിന് വന്നതായിട്ടുള്ള സമയത്ത് ഗംഗാദേവിയെ കാണുന്നതും ആ ഗംഗയെ കാമിക്കുന്നതും, ഗംഗയോട് വിവാഹത്തിന് അഭ്യർത്ഥിക്കുമ്പോൾ ഗംഗാദേവി ഒരു വ്യവസ്ഥ വെക്കുന്നുണ്ട്. ഞാൻ അങ്ങയുടെ ഭാര്യയായിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യരുത്, എന്ത് ചെയ്താലും ചോദ്യം ചെയ്യരുത് എന്നുള്ളൊരു വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് ഗംഗ ശന്തനുവിനെ വിവാഹം കഴിക്കുന്നത്. അവിടുന്ന് തുടങ്ങുന്നു ധർമ്മഭ്രംശം. കാരണം ആ രാജാവ്, ശന്തനു രാജാവായിരിക്കെ തന്നെ അദ്ദേഹത്തിന് ആ സ്ത്രീയോടുള്ളതായിട്ടുള്ള അമിതമായ വിധേയത്വം, കാമം കൊണ്ട് സ്ത്രീജിതനായി തീർന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അങ്ങനൊരു ബ്ലൈൻഡ് ചെക്ക് കൊടുക്കേണ്ടി വന്നു. നമ്മുടെ ദശരഥന്റെ കഥ ഓർമ്മിക്കുക. കൈകേയിക്ക് ബ്ലൈൻഡ് ചെക്ക് കൊടുത്ത ദശരഥന്റെ അവസ്ഥ അറിയാവുന്ന പിൻ തലമുറക്കാരാണ്, ചരിത്രം അറിയുന്ന ശന്തനുവിനെ പോലെയുള്ള ആളുകൾ. അപ്പൊ ജാഗ്രത വേണ്ടിയിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കഥ ഇങ്ങനെ ആയിരിക്കുമായിരിക്കില്ല. എങ്കിലും നമ്മൾ അവിടെ വന്ന ധർമ്മഭ്രംശത്തെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് വിട്ടുവീഴ്ചയില്ല. കഥ ഇങ്ങനെ തന്നെ വരുള്ളൂ. കഥ ഇങ്ങനെ വരാനുള്ള കാരണമൊക്കെ അവരുടെ സ്വാർത്ഥതകൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യേക താല്പര്യങ്ങൾ എല്ലാമാണ്. അതിന് വേറെ കാര്യമുണ്ട്. ഈ ഗംഗാദേവിക്ക് കഴിയുന്നതും വേഗം വിടുന്ന മർത്യലോകത്തുനിന്ന് തിരിച്ചു പോകണം. അതിനുള്ളൊരു അവസരം അവരുണ്ടാക്കുകയായിരുന്നു. ശാപത്തിൽ നിന്ന് മോചനം കിട്ടി തിരിച്ചു പോകാനുള്ള ഒരു അവസരത്തിന് വേണ്ടി അവരൊരു കണ്ടീഷൻ വെച്ചതാണ്. അതുമല്ല, വേറൊരു കാര്യം അവരുടെ ഉള്ളിൽ ഗൂഢമായിട്ട് ഉണ്ട് താനും. അതെന്താന്ന് വെച്ചാൽ അഷ്ടവസുക്കളുടെ ഒരു അഭ്യർത്ഥന അവര് സ്വീകരിച്ചിട്ടുണ്ട്. അഷ്ടവസുക്കൾക്ക് ശാപമോക്ഷം കൊടുക്കാം എന്നുള്ളതായിട്ടുള്ള ഒരു വാഗ്ദാനം അവർ ചെയ്തിട്ടാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർക്കൊരു കണ്ടീഷനോട് കൂടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അതിന്റെ ബാക്കില് അങ്ങനെയൊക്കെ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് രാജധർമ്മമാണ്. രാജധർമ്മപ്രകാരം ഒരു രാജാവിന് തന്റെ പ്രജകളെ രക്ഷിക്കാൻ കഴിയണം. അത് സ്വന്തം കുട്ടികളെ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഒരു നിസ്സഹായതയിലേക്ക് ശന്തനു നിർബന്ധിതനാവുന്നത് നമ്മൾ കാണുന്നു. സ്വന്തം കുട്ടികളെ, സ്വന്തം രക്തത്തിൽ പിറന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയാത്തതായിട്ടുള്ള
അയാൾ എങ്ങനെയാണ് പ്രജകളെ രക്ഷിക്കുക? ഇതും പ്രജയാണ്. സ്വന്തം കുട്ടിയെ പ്രജ എന്ന് തന്നെ പറയുക, നാട്ടിലുള്ള ബാക്കിയുള്ള മക്കളെയൊക്കെ പ്രജ എന്നാ പറയുക. നാട് മുഴുവൻ അദ്ദേഹത്തിന് പ്രജകളാണ്. അപ്പൊ അയാൾക്ക് പ്രജകളെ രക്ഷിക്കാൻ കഴിയണമെങ്കിൽ സ്വന്തം കുട്ടികളെയും രക്ഷിച്ച് കാണിക്കണമായിരുന്നു. ഇവിടെ ഇദ്ദേഹം ആ ഗംഗയ്ക്ക് വാഗ്ദാനം കൊടുത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? പിന്നീട് ഗംഗ ഇദ്ദേഹത്തിന്റെ പത്നിയാവുന്നതും ഗർഭം ധരിക്കുന്നതും ഓരോ വർഷവും ഓരോ കുട്ടികൾ ജനിക്കുന്നതും ജനിക്കുന്ന കുട്ടികളെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ, ചോദ്യോത്തരമില്ലാതെ, അനുവാദമില്ലാതെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളഞ്ഞു. ഇല്ലേ? ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളഞ്ഞ് ഓരോ വർഷവും അദ്ദേഹത്തിന് ചോദിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ള നിസ്സഹായനായി നോക്കി നിൽക്കുന്ന 7 കുട്ടികളെ ആ ഗംഗാദേവി വെള്ളത്തിൽ ഒഴുക്കുന്നത് കാണാം. 8ാമത്തെ കുട്ടിയെ ഒഴുക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം തടയുന്നത്. എനിക്ക് വേണം, ഈ കുട്ടിയെങ്കിലും എനിക്ക് വേണം എന്നുള്ളതായിട്ടുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പോഴാണ് ഗംഗ തൻ്റെ കണ്ടീഷൻ ലംഘിച്ചു ഈ ശന്തനു എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ അങ്ങയുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു, ഞാനിതാ പോവുകയാണ് എന്ന് പറഞ്ഞ് ശന്തനുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു അവസ്ഥയുണ്ടാകുന്നത്. അപ്പൊ ഈ ഉണ്ടായ കുട്ടിയെയും കൂടെ കൊണ്ടുപോവുകയാണ്. ആ കുട്ടിയാണ് ദേവവ്രതൻ, ഗംഗാദത്തൻ എന്നൊക്കെ പേരില് അറിയപ്പെടുന്നത്. പിന്നീട് ഭീഷ്മരായി തീരുന്ന ആ കുട്ടി. അപ്പൊ ഇങ്ങനൊരു അവസ്ഥ എന്തുകൊണ്ട് ആ രാജാവിന് ഉണ്ടായിച്ചാൽ അദ്ദേഹം സ്ത്രീജിതനായി എന്നുള്ള അതിനെയാണ് അവിടെ കാണിക്കുന്നത്. അവിടുന്ന് തുടങ്ങി ശന്തനുവിന്റെ പാരവശ്യം. ഈ ഗംഗ കുട്ടിയും കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത്? പിന്നെ ഗംഗയാണ് ഈ കുട്ടിയെ വളർത്തുന്നത് 32 വയസ്സ് വരെ. ഗംഗാദത്തനെ അല്ലെങ്കിൽ ദേവവ്രതനെ 4 ഗുരുക്കന്മാരുടെ അടുത്താണ് വളർത്തുന്നത്. 4 ഗുരുക്കന്മാരുടെ അടുത്ത് വിദ്യാഭ്യാസം ചെയ്യിക്കുന്നു. വസിഷ്ഠൻ, ബൃഹസ്പതി, പരശുരാമൻ, ശുക്രാചാര്യര്, 4 പേരെ എത്രയോ വർഷങ്ങളോളം ഓരോ ഗുരുക്കന്മാരുടെ അടുത്തും വിദ്യാഭ്യാസം ചെയ്ത് 32ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ പുറകിലുള്ള കഥ കൂടി നമ്മൾ കാണണം. എന്താണ് ഈ ദേവവ്രതന്റെ അല്ലെങ്കിൽ ഭീഷ്മരുടെ ഉൽപ്പത്തിയുടെ പുറകിലുള്ളതായിട്ടുള്ള കഥ? അതൊരു ശാപകഥയാണ്, അല്ലേ? ആ ശാപകഥയും കൂടി കേട്ടിട്ട് വേണം നമ്മൾ ഭീഷ്മരുടെ കഥയിലേക്ക് വരാനായിട്ട്. ഈ ഭീഷ്മര് പൂർവജന്മത്തില് അഷ്ടവസുക്കളിൽ ദ്യോവ് എന്ന് പറയുന്ന ഒരു വസുവായിരുന്നു. ഈ അഷ്ടവസുക്കൾ ഒരിക്കൽ വസിഷ്ഠന്റെ ആശ്രമത്തില് അതിഥികളായിട്ട് ചെല്ലുകയാണ്, അവരുടെ ഭാര്യമാരോട് കൂടിയിട്ട്. അഷ്ടവസുക്കൾ എന്ന് പറഞ്ഞാല് 33 ദേവന്മാരെന്ന് പറയുന്നവരിൽ 8 പേരാണ്. 33 എന്ന് പറയുന്നത് എന്തുകൊണ്ടാച്ചാല് 33 പേർ മുമ്പിൽ നിൽക്കുന്നവർ എന്നാണ് അർത്ഥം. കോടി എന്നുള്ളതിന് അഗ്രത്തിൽ നിൽക്കുന്നവർ എന്നാണ് അർത്ഥം. അല്ലാതെ നമ്മൾ പറയുന്ന മലയാളത്തിലെ കോടി സംഖ്യാ കോടി അല്ലാതെ. 33 എന്ന് പറഞ്ഞാല് 12 ആദിത്യന്മാർ, 11 രുദ്രന്മാർ, അഷ്ടവസുക്കൾ, അശ്വിനി ദേവന്മാർ, ഇവരെയാണ് 33 എന്ന് പറയുന്നത്. 33 ശ്രേഷ്ഠന്മാരായവർ, ദേവവർഗത്തിൽ യജ്ഞഭാഗത്തിന് അർഹതയുള്ളവർ എന്നാണ് അർത്ഥം. ദേവവർഗത്തിൽ യജ്ഞഭാഗം അർഹിക്കുന്നവർ, ഹോമം മറ്റേ യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് യജ്ഞത്തിനുള്ള സ്ഥാനമുണ്ട്, യജ്ഞഭാഗം അർഹിക്കുന്നവരാണ്.
ഇവരെ സങ്കല്പിച്ചുകൊണ്ട് യാഗത്തിൽ യജ്ഞഭാഗങ്ങൾ സമർപ്പിക്കണം. അപ്പൊ അവരെ ശ്രേഷ്ഠന്മാര്, അഗ്രന്മാര്, അഗ്രഗണ്യന്മാര് എന്ന അർത്ഥത്തിലാണ് അവിടെ കോടി എന്ന് പറയുന്നത്. 30 മുക്കോടി. അപ്പൊ ആരൊക്കെയാണ്? 12 ആദിത്യന്മാര്, അതിഥിയുടെ പുത്രന്മാരാണ് ആദിത്യന്മാരെന്ന് പറയുന്നത്. ദേവന്മാര് അവര് ദ്വാദശ എന്ന് പറഞ്ഞാൽ 12. ഏകാദശ രുദ്രന്മാര്, 11 രുദ്രന്മാരുണ്ട്. രുദ്രന് 11 ഭാവമുണ്ട്. 11 രുദ്രന്മാര്. അപ്പൊ 12ഉം 11ഉം 23. അഷ്ടവസുക്കള് 8. 23ഉം 8ഉം 31. അശ്വിനി ദേവന്മാർ ഇരട്ടകളാണ്. നാസത്യ ദസ്രന്മാരെന്ന് 2 പേര്, ട്വിൻസ്. അപ്പൊ 31ഉം 2ഉം 33. ഈ 33 പേര് എന്താ പറയുക? ലോകപാലന്മാർ, ദിക്പാലകന്മാർ, അല്ലെങ്കിൽ ലോകഭരണത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന തലത്തിലുള്ള ആളുകളാണ്. ലോകഭരണ വ്യവസ്ഥയില് ഏറ്റവും എന്താ പറയുക, വലിയ ക്യാബിനറ്റ് പദവി പോലെയുള്ള ഒരു പദവി. അപ്പൊ അവര് ഡയറക്റ്റ് ആയിട്ട് VVIPകളാണ്. അതാണ് ഈ യജ്ഞഭാഗം എന്ന് പറയുന്നത്. ബാക്കി അവരുടെ പുറകിലുള്ള ആളുകൾക്കൊക്കെ യജ്ഞഭാഗം കൊടുത്തില്ലെങ്കിലും ഇവർക്ക് കൊടുക്കണം. ഇവർ യജ്ഞഭാഗം നേരിട്ട് അർഹിക്കുന്നവരാണ്. ബാക്കി ഇവരുടെ അനുയായികളായിട്ടുള്ള അനേക ദേവന്മാരുണ്ട്. അത് എത്ര കോടിയെന്നോ എത്ര ലക്ഷമെന്നോ പറയണ്ട, അവരുടെയൊക്കെ ആളുകളുണ്ട്. ഇവരാണ് മുമ്പിലുള്ള 33 പേർ. അവര് VVIP സീറ്റ് അർഹിക്കുന്നു. എവിടെ? ഓരോ യജ്ഞശാലയിലും യാഗശാലയിലും അവർക്കുള്ളതായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. നമ്മളൊരു വലിയ ഇപ്പൊ റിപ്പബ്ലിക് ഡേ പരേഡ് നമ്മുടെ ഡൽഹിയിൽ നടക്കുമ്പോൾ ഒരു വലിയ സഭയാണ് അല്ലെ, അതില് ഇന്നവർ ഇന്ന സ്ഥാനത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരെഴുതി വെച്ച് അവർക്ക് സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അവിടെ വേറെ എല്ലാവർക്കും കയറി ഇരിക്കാൻ പറ്റുമോ? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനുള്ളതായിട്ടുള്ള സ്ഥലങ്ങള്, ഗവർണേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവർക്ക്, വിദേശ പ്രതിനിധികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള സീറ്റുകള്, പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഇരിക്കാനുള്ള സീറ്റുകൾ, അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് റിസർവ് ചെയ്ത് VVIPകൾക്ക് ഓരോരുത്തർക്കും സീറ്റ് റിസർവ് ചെയ്യുന്നത് പോലെ യാഗശാല എന്ന് പറയുന്നത് ഒരു വലിയ സദസ്സാണ്, ഒരു വേദിയാണ്. ആ യാഗശാലയിൽ ഇവർക്കൊക്കെ VVIP കൺസിഡറേഷൻ കൊടുക്കണം. അവരൊക്കെ യജ്ഞഭാഗം അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂജ്യരാണ് അവര് എന്നർത്ഥം. ബഹുമാന്യരാണ്, പൂജ്യരാണ്. അതാണ് ഈ 30 മുക്കോടി എന്ന് പറയുന്നതിന്റെ താല്പര്യം. അപ്പൊ അതിൽ 8 പേര് പ്രധാനികളാണ്. ഈ അഷ്ടവസുക്കൾക്ക് പ്രാധാന്യമുണ്ട്. ഈ ലോകത്തിന്റെ ധനം കൈകാര്യം ചെയ്യുന്നവരാണ് അവര് എന്നാണ്. വസു എന്നാൽ ധനമാണ്. അപ്പോ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും അതില് ധനവകുപ്പിൽ വരുന്നതാണ്. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നവരാണ് അവര്. എല്ലാവർക്കും ധനമെല്ലാം എത്തിക്കേണ്ടവരും ഓരോരുത്തരുടെയും അർഹതയ്ക്കനുസരിച്ച് ധനവിഭജനം ചെയ്യേണ്ടവരും അങ്ങനെയൊക്കെയുള്ള ഡ്യൂട്ടികളായിരിക്കും അവർക്ക്, ഈ അഷ്ടവസുക്കൾ എന്ന് പറയുന്നവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഈ അഷ്ടവസുക്കൾ വസിഷ്ഠന്റെ ആശ്രമത്തില് അതിഥികളായിട്ട് പോകുന്നതായുള്ള ഒരു സന്ദർഭത്തിൽ വസിഷ്ഠൻ അവരെ ഗംഭീരമായി സൽക്കരിക്കുന്നു. നല്ല രീതിയിൽ അവരെ സൽക്കരിക്കുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ വസിഷ്ഠന്റെ കയ്യില് നന്ദിനി പശു ഉണ്ട്. നമ്മുടെ കാമധേനു പശുവിന്റെ മകളാണ് നന്ദിനി പശു. ആ നന്ദിനി പശു വസിഷ്ഠന്റെ കസ്റ്റഡിയിലാണ് എപ്പോഴും. അപ്പൊ ആ നന്ദിനി കാമധേനുവിനെ പോലെ തന്നെ എന്തും ചോദിക്കുന്നതൊക്കെ കൊടുക്കും. അപ്പൊ എത്ര അതിഥികൾ വന്നാലും എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള വിഭവങ്ങളൊക്കെ സമൃദ്ധമായിട്ട്, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പാനീയങ്ങൾ, അതൊക്കെ നല്ല സ്വർണപാത്രത്തിലും വെള്ളിപ്പാത്രത്തിലും, അവർക്ക് ഇരിക്കാനുള്ളതായിട്ടുള്ള പരവതാനികളോ അല്ലെങ്കിൽ സിംഹാസനങ്ങളോ ഒക്കെ അതുപോലെ ഗംഭീരമായിട്ട് എല്ലാം നല്ല രീതിയിൽ ഈ ആശ്രമത്തില് ഇവരെ സ്വീകരിച്ചു. അപ്പൊ ഈ വസുക്കളുടെ ഭാര്യമാര് കൂടെ ഉണ്ടായിരുന്നു. ഈ ഭാര്യമാർക്ക് ഇത് അതിശയമായി. കാരണം ഇത്രയും വലിയ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇവർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് ഈ വസിഷ്ഠൻ, വെറും ഒരു സന്യാസി താടിക്കാരൻ, അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്? ഈ വസിഷ്ഠൻ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഈ സ്ത്രീകൾ അന്വേഷിച്ചപ്പോ സ്ത്രീകൾക്ക് ഉത്തരം കിട്ടി, ഇത് നന്ദിനി പശു ഉള്ളത് കൊണ്ടാണ് എന്ന്. വസിഷ്ഠന്റെ കസ്റ്റഡിയിൽ നന്ദിനി പശു ഉണ്ട്. അതിന്റെ ഒരു
അനുഗ്രഹമാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള വിരുന്ന് ഇവർക്ക് ഒരുക്കിയത് എന്നറിഞ്ഞപ്പോ ഈ ദ്യോവ് എന്നുള്ള വസുവിന്റെ ഭാര്യ ദ്യോവിനോട് പറഞ്ഞു, അതെ, ഈ പശു നമുക്ക് വേണം, നമ്മുടെ കസ്റ്റഡിയിലായിരിക്കണം എന്ന് ദ്യോവിനെ പ്രേരിപ്പിച്ചു. അത് കേട്ട ദ്യോവ് പിന്നീട് വസിഷ്ഠന്റെ സമ്മതം കൂടാതെ, വസിഷ്ഠൻ അറിയാതെ, വസിഷ്ഠന്റെ പശുവായ നന്ദിനിയെ അപഹരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോ വസുക്കളിൽ പ്രമുഖനായിട്ടുള്ള ഈ ദ്യോവാണ് ഇത് ചെയ്യുന്നത്. മറ്റുള്ളവർ കൂട്ടുനിൽക്കും, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂട്ടുനിന്നു. ഇങ്ങനെ തന്റെ യാഗത്തിന് വേണ്ടി തനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹമായ നന്ദിനി പശുവിനെ ഈ വസുക്കൾ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ അദ്ദേഹം ശപിച്ചു. വസിഷ്ഠൻ ശപിച്ചു. ആരെ? ഈ വസുക്കളെ. എങ്ങനെ ശപിച്ചു? നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല. കാരണം നിങ്ങൾ വലിയ ഹൈ ഒഫീഷ്യൽസ് ആയിരുന്നിട്ട് കറപ്റ്റായി, അന്നത്തെ ഭാഷയില് റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെ കറപ്റ്റായാൽ അവരെ എന്ത് ചെയ്യണം? സസ്പെൻഡ് ചെയ്യണം, അല്ലെ? ഡിസ്മിസ് ചെയ്യണം. ഇന്ന് നമ്മൾ കാണുന്നില്ലേ കേരളത്തിൽ നടക്കുന്ന ശിവശങ്കരന്റെ കഥകള്? എത്ര ഹൈ പ്രൊഫൈൽ ഓഫീസാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്? പ്രിൻസിപ്പൽ സെക്രട്ടറി, അല്ലെ? ചീഫ് മിനിസ്റ്ററുടെ ആ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്തെല്ലാം കൊള്ളരുതായ്മകൾ ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പൊ തത്തുല്യമായിട്ടുള്ള അന്നേയുണ്ട് അഷ്ടവസുക്കളായി വലിയ പദവിയിൽ ഇരുന്നു കൊണ്ട് എല്ലാവരെയും രക്ഷിക്കാൻ ബാധ്യസ്ഥരായ, എല്ലാവർക്കും അർഹിക്കുന്നത് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ഈ അഷ്ടവസുക്കൾ ഒരു ബ്രാഹ്മണന്റെ, അതും വസിഷ്ഠനെ പോലെ തപസ്വിയായ യോഗ്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ ബ്രഹ്മസ്വം, അതും പശുവിനെ, വേറൊന്നുമല്ല, അതും അദ്ദേഹത്തിന്റെ നിത്യയാഗ യജ്ഞങ്ങൾ നടത്തുവാനുള്ള ഹവിസ് കൊടുക്കുന്ന ഹവിർദാനിയായ ആ കാമധേനുവിന്റെ പുത്രിയായ നന്ദിനിയെ അപഹരിച്ചു എന്ന് പറയുമ്പോൾ ഇവർ എത്ര വലിയ അഴിമതിയാണ്, അല്ലെങ്കിൽ എത്ര വലിയ കറപ്ഷനാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെ ഈ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല എന്ന് പറഞ്ഞുകൊണ്ട് വസിഷ്ഠൻ ശപിക്കുകയാണ്. നിങ്ങള് ഇനിയും ഭൂമിയിൽ ചെന്ന് മനുഷ്യ യോനിയിൽ ജനിക്കും. നിങ്ങൾ അവിടുന്ന് ഇനിയും നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്ത് പുണ്യം ചെയ്ത് തിരിച്ച് ഈ പദവിയിലേക്ക് വരുമാറാകട്ടെ. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കാൻ അർഹരല്ല. കാരണം മെറിറ്റ് കൊണ്ടാണ് ഈ പദവിയിൽ വന്നിട്ടുള്ളത്. ആ മെറിറ്റ് കളഞ്ഞു കൊടുത്തു. അങ്ങനെ ശാപം കിട്ടി. ഈ 8 പേരും അഷ്ടവസുക്കളും മനുഷ്യരായി ജനിക്കാൻ വിധിക്കപ്പെട്ടു. അപ്പൊ 7 പേരും വസിഷ്ഠനോട് ചെന്ന് കാല് പിടിച്ച് ക്ഷമാപണം ചെയ്ത് അപേക്ഷിച്ചു, ഞങ്ങൾക്ക് ശാപമോക്ഷം വേണമെന്ന്. ഞങ്ങളെ ഈ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് 7 പേര് ചെന്ന് അപേക്ഷിച്ചു. ആ 7 പേർക്കും വസിഷ്ഠൻ ശാപമോക്ഷം കൊടുത്തു. ഞാൻ പറഞ്ഞ വാക്ക് ഫലിക്കും. നിങ്ങൾ ഭൂമിയിൽ മനുഷ്യ യോനിയിൽ വന്ന് ജനിക്കും, പക്ഷെ നിങ്ങൾക്ക് ഉടനെ തന്നെ മോചനമുണ്ടാകും. മുഖ്യ കുറ്റവാളിയായ ദ്യോവ് എന്ന വസു, അവൻ ശാപമോക്ഷത്തിന് അപേക്ഷിച്ചതുമില്ല, അവന് ശാപമോക്ഷം കൊടുത്തതുമില്ല. മാത്രമല്ല കൂടുതൽ ശാപം അവന് കൊടുക്കുകയും ചെയ്തു. ആര്? വസിഷ്ഠൻ. ഇവൻ ഭൂമിയിൽ ചിരകാലം മനുഷ്യനായിരുന്ന് സ്ത്രീ സംബന്ധമില്ലാതെ പോകട്ടെ, സ്ത്രീകളുമായിട്ട് അവന് ബന്ധമില്ലാതെ പോകട്ടെ എന്ന്. കാരണം ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ടാണ് അവൻ ഈ പ്രവൃത്തി ചെയ്തത്. സ്ത്രീയുടെ അടിമയായിട്ടാണ് അവൻ ഈ പണി ചെയ്തത്. അവന്റെ പദവിക്ക് നിരക്കാത്തതായിട്ടുള്ള കൊള്ളരുതായ്മ ചെയ്തത്. അപ്പൊ അവൻ അടുത്ത ജന്മം സ്ത്രീകളുമായിട്ടേ സമ്പർക്കമില്ലാതെ ബന്ധമില്ലാതെ പോകട്ടെ, അവൻ ദീർഘായുസായിട്ട് കുറെ കാലം ഭൂമിയിൽ നരകിക്കാൻ ഇടയാവട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അവൻ ദീർഘായുസായിട്ട് ഭൂമിയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാല് എത്ര കാലം സംസാരിയായിട്ട് പാടുപെടട്ടെ. ഇനി തിരിച്ചുവനം ഈ വസുവിന്റെ പദവിയിലേക്ക് വരണമെങ്കിൽ അപ്പൊ അത്രയും ദൈർഘ്യം ഒരു തടവ് ശിക്ഷ പോലെയാണ്. ആ വസു പദവിയിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യ പദവിയിലേക്ക് വരുമ്പോഴേക്കും ഒരു വലിയ ശിക്ഷാ കാലാവധിയാണത്. ആ കാലാവധി നീട്ടിക്കൊടുക്കുകയാണ്. നീ ചിരകാലം ഭൂമിയിൽ ചെന്ന്
സംസാരിയായി ദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടയാവട്ടെ എന്നാണ് പറഞ്ഞതിൻ്റെയൊക്കെ വ്യംഗ്യമായിട്ടുള്ള അർത്ഥം, അല്ലാതെ അനുഗ്രഹം അല്ലാതെ. അങ്ങനെ ശപിക്കപ്പെട്ട ആളാണ് ഈ ഗംഗയുടെ ഒടുക്കത്തെ പുത്രനായിട്ട് വന്ന ഗംഗാദത്തൻ, ദേവവ്രതൻ എന്നറിയപ്പെടുന്ന ആള്.